Welcome back all of you. Tahimonana. Pharmacodynamics video series നമ്മൾ continue ചെയ്യാണ്. നമ്മൾ അഞ്ചാമത്തെ വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. And this video is about antagonism. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് ഡോസ് റെസ്പോൺസ് കർവിനെ കുറിച്ചിട്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ആന്റഗോണിസ്റ്റ് ആൻഡ് അഗോണിസ്റ്റ്. അഗോണിസ്റ്റ് എന്താണ്? ആന്റഗോണിസ്റ്റ് എന്താണ്? സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അവിടെ നമ്മൾ ആന്റഗോണിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ആന്റഗോണിസ്റ്റ് ആർ ഡ്രഗ്സ് വിച്ച് ബ്ലോക്സ് ദ ആക്ഷൻസ് ഓഫ് അഗോണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ആൻഡ് അവിടെ നമ്മൾ രണ്ട് പ്രോപ്പർട്ടിയും പറഞ്ഞിരുന്നു ആന്റഗോണിസ്റ്റിന്. ദേ ഹാവ് ഹൈ അഫിനിറ്റി, നല്ല അഫിനിറ്റി ഉണ്ട് റിസപ്റ്ററിനോട്, അഫിനിറ്റി ഉണ്ട് സെയിം ലൈക്ക് അഫിനിറ്റി ഓഫ് അഗോണിസ്റ്റ്, അത് പറഞ്ഞു. രണ്ടാമത്തത് അഫിനിറ്റി ഉണ്ടെങ്കിലും ബട്ട് സീറോ, ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ല, ഇൻട്രിൻസിക് ആക്ടിവിറ്റി സീറോ ആണ്. അതാണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്നും നമ്മൾ പറഞ്ഞു. ഇവിടെ പക്ഷെ നമ്മൾ പറയുന്നത് ആന്റഗോണിസ്റ്റ് എന്നല്ല പറയാ, ആന്റഗോണിസം. ബിക്കോസ് ആന്റഗോണിസ്റ്റുകൾ അല്ലാതെ മറ്റു രീതിയിലും പല രീതിയിലും ആന്റഗോണിസം ഉണ്ടാക്കാൻ പറ്റും. സോ ആന്റഗോണിസം ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് വേസ്. വൺ ഓഫ് ദ വേ ഈസ് ത്രൂ ആന്റഗോണിസ്റ്റ്സ്. ഓക്കെ, റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. സോ ഫസ്റ്റ് ലെറ്റ്സ് ക്ലാസിഫൈ. നമുക്ക് ആദ്യം ആന്റഗോണിസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഫാർമക്കോഡൈനാമിക്സ് പഠിക്കുമ്പോൾ 4 തരം ആന്റഗോണിസം നമ്മൾ പഠിക്കും. 4 തരമാണ് പ്രധാനമായിട്ട് പഠിക്കുക. വൺ ഈസ് ഫിസിക്കൽ. ഫിസിക്കൽ ആന്റഗോണിസം ആണ് ആദ്യത്തേത്, ഫിസിക്കൽ ആന്റഗോണിസം. രണ്ടാമത്തത് കെമിക്കൽ ആന്റഗോണിസം ആണ്, കെമിക്കൽ ആന്റഗോണിസം. മൂന്നാമത്തത് ഫിസിയോളജിക്കൽ ആന്റഗോണിസം ഉണ്ട്, ഫിസിയോളജിക്കൽ ആന്റഗോണിസം. ആൻഡ് അവസാനത്തെ ഫാർമക്കോളജിക്കൽ ഫാർമക്കോളജിക്കൽ ആന്റഗോണിസം. സോ ഫാർമക്കോളജിക്കൽ ആന്റഗോണിസം ആണ് നമ്മൾ ആന്റഗോണിസ്റ്റുകളിലൂടെ കാണുന്നത്. സോ ഫാർമക്കോളജിക്കൽ ആന്റഗോണിസം. സോ ഇങ്ങനെ 4 തരം ആന്റഗോണിസം ആണ് ഉള്ളത്. ആൻഡ് വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. ഫിസിക്കൽ വെച്ച് നമുക്ക് തുടങ്ങാം, ബിക്കോസ് ദാറ്റ്സ് ഈസി. വേഗം പറയാം. ഇവിടെ ആന്റഗോണിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്, സോ ഫിസിക്കലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആന്റഗോണിസ്റ്റ്, ഇവിടെ ആന്റഗോണിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് നേരിട്ട്, സോ സപ്പോസ് ദിസ് ഈസ് ആന്റഗോണിസ്റ്റ് ആൻഡ് ദിസ് ഈസ് സംതിങ് വിച്ച് പ്രൊഡ്യൂസസ് ദ എഫക്ട്, നേരിട്ട് ആ ഡ്രഗിൽ ചെന്ന് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ഈ ബൈൻഡ് ചെയ്യുന്നത് ദർ ഈസ് നോ chemical forces, ഒരു കെമിക്കൽ ഫോഴ്സ് ഒന്നും ഉണ്ടാകുന്നില്ല, നോ കെമിക്കൽ റിയാക്ഷൻ, നത്തിങ് ഈസ് ഹാപ്പനിങ്, ഓൺലി ബൈ സം ഫിസിക്കൽ ഫോഴ്സസ് based on physical property of the drug, purely based on the physical property of the drug and this antagonist. Okay, ഏറ്റവും ഉദാഹരണം നമ്മൾ പറയുന്നത് അഡ്സോർബൻസ് ആണ്. അഡ്സോർബൻ അല്ല, ബി അല്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അഡ്സോർപ്ഷൻ ആണ്, ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ അഡ്സോർബൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. ചാർക്കോൾ എന്ന് മാത്രം എഴുതിയാൽ പോരാ, ആക്ടിവേറ്റഡ് ചാർക്കോൾ. പല കാര്യങ്ങളും, വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ, കരി. ഓക്കെ, ഈ മരുന്ന് ഓറലായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് അവൈലബിൾ ആസ് ഇഞ്ചക്ഷൻ. സോ ഓറലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും അബദ്ധത്തിലോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടിയോ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വായിലൂടെ അങ്ങ് കൊടുക്കും. സോ ഇത് വായിലൂടെ കൊടുക്കുമ്പോൾ ഈ ഡ്രഗിനെ ഇത് അഡ്സോർബ് ചെയ്യും. സോ adsorption is the property. Adsorption ഉണ്ടാകും. ഓക്കെ, അഡ്സോർബ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഇനാക്റ്റീവ്. ഡ്രഗ് ഇപ്പം എങ്ങനെ ഇരിക്കുകയാണ്, ഡ്രഗിനെ ഈ സാധനം വന്ന് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രഗിനെ ആക്ട് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ദെൻ വി വിൽ റിമൂവ് ത്രൂ ദ ഗ്യാസ്ട്രിക് ലാവേജ്. സോ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഓർ അഡ്സോർബൻസ് നമ്മൾ ഉപയോഗിക്കുക. സോ ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ സർഫസിൽ ഈ മരുന്ന് വന്ന് ഇങ്ങനെ ഒട്ടിച്ചേരും. അപ്പോൾ മരുന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും ടോക്സിറ്റി കുറയുകയും ചെയ്യും. സോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കലോയിഡൽ പോയിസണിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലുമൊക്കെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് പല ടോക്സിക് സബ്സ്റ്റൻസിന് നമുക്കിത് ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫിസിക്കൽ ആന്റഗോണിസം. അതാണ് ഫിസിക്കൽ ആന്റഗോണിസം. രണ്ടാമത്തത് കെമിക്കൽ ആന്റഗോണിസം ആണ്. കെമിക്കൽ ആന്റഗോണിസത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? there must be having some chemical reactions. Some chemical reactions has to happen in between the drug and the antagonist. അല്ല, ആന്റഗോണിസ്റ്റ് ബൈൻഡ് ചെയ്ത മരുന്നിന് ഒരു ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. സോ ഉദാഹരണം ആന്റാസിഡ്സ്, നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആന്റാസിഡ്സ് ആണല്ലോ. ആന്റാസിഡ്സ് നമ്മുടെ വയറ്റിൽ അധികമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആന്റാസിഡ് കഴിക്കും. ഈ ആന്റാസിഡ് എന്നിട്ട് കെമിക്കലി ദിസ് വിൽ ന്യൂട്രലൈസ്. സോ ആന്റാസിഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ് കെമിക്കൽ ന്യൂട്രലൈസേഷൻ. അവർ കെമിക്കൽ ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആന്റാസിഡ്സ് ലൈക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അങ്ങനെയൊക്കെയുള്ള എല്ലാം ദിസ് ക്യാൻ ബി an example for this chemical antagonism. രണ്ടാമത്തേത് നമ്മൾ ചീലേറ്റേഴ്സ്, മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടി ചീലേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൈമർ കാപ്രോൾ,
കാപ്രോൾ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് BAL, ബ്രിട്ടീഷ് ആന്റി ലെവിസൈറ്റ്. ലെവിസൈറ്റ് എന്ന് എഴുതാൻ LEWISITE, ബ്രിട്ടീഷ് ആന്റി ലെവിസൈറ്റ് എന്നും പറയും. സോ ദിസ് ഈസ് ഫോർ ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസിന് ഉപയോഗിക്കുന്ന ചീലേറ്റർ ആണ്. ഉദാഹരണം ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ലെഡിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, കോപ്പറിന് ഉപയോഗിക്കാം, മെർക്കുറിക്ക് ഉപയോഗിക്കാം, ഗോൾഡിന് ഉപയോഗിക്കാം. സോ ഓൾ ദീസ് അതിന് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് ബ്രിട്ടീഷ് ആന്റി ലെവിസൈറ്റ് ഓർ ഡൈമെർകാപ്രോൾ. സോ ഇറ്റ്സ് എ ചീലേറ്റിംഗ് ഏജന്റ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെസ്ഫെറിയോക്സമിൻ എന്ന് വിളിക്കാം. ഇറ്റ്സ് ആൻ അയൺ ചീലേറ്റർ. ഇരുമ്പിന് ചീലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഉപയോഗിക്കുന്ന അപ്പോൾ എവിടെയായിരിക്കും? താലസീമിയ ഡിസീസ് ഉള്ള ആൾക്കാരിൽ, ബ്ലഡ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് അയൺ കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ദെൻ അയൺ കുറയ്ക്കാമെങ്കിൽ കോപ്പർ കുറയ്ക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ പെനിസില്ലമിൻ ആണ്. പെനിസിലിൻ അല്ല, പെനിസില്ലമിൻസ്. പെനിസില്ലമിൻ എന്ന് പറയുന്ന ഡ്രഗ് കോപ്പർ ചീലേറ്റർ ആണ്. കോപ്പർ ചീലേറ്ററിന് ഉപയോഗിക്കുന്ന അപ്പോൾ ഏത് രോഗത്തിനായിരിക്കും? വിൽസൺസ് ഡിസീസിനായിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുക. കോപ്പർ കൂടിയിട്ടുള്ള രോഗമാണ് വിൽസൺസ് ഡിസീസ്. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 നമ്മൾ ഉപയോഗിക്കും. സോ KMnO4 ചെയ്യുന്നത് ഓക്സിഡൈസേഷൻ ആണ്. സോ നൈസന്റ് ഓക്സിജൻ ഫോം ചെയ്യുന്നു ആൻഡ് ദിസ് വിൽ ഓക്സിഡൈസ്. സോ ദിസ് ക്യാൻ ബി യൂസ് ഫോർ ആൽക്കലോയിഡൽ ടോക്സിറ്റി. ആൽക്കലോയിഡൽ ടോക്സിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് KMnO4 കൊടുത്തിട്ട് ഗ്യാസ്ട്രിക് ലാവേജ് നടത്താം. ദെൻ സപ്പോസ് ദ പോയ്സണിങ് ഈസ് ബൈ സയനൈഡ്. സയനൈഡ് ആണെങ്കിൽ എന്ത് കൊടുക്കും? സയനൈഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് നൈട്രൈറ്റ്സ് ആണ്. നൈട്രേറ്റ്സ് അല്ല, നൈട്രൈറ്റ്സ്. ഓക്കെ, നൈട്രൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ് ഹീമോഗ്ലോബിൻ ഉണ്ടാവും. മെറ്റ് ഹീമോഗ്ലോബിൻ ടോക്സിക് അല്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഗുണം. റെഡ്യൂസ് ദ ടോക്സിറ്റി. ഇനി ഹെപ്പാരിൻ ആണെങ്കിലോ? ഹെപ്പാരിൻ ആണെങ്കിൽ നമുക്ക് പ്രോട്ടമിൻ സൾഫേറ്റ് കൊടുക്കാം. പ്രോട്ടമിൻ സൾഫേറ്റ് ഒരു മീൻ ഫിഷിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന്റെ സ്പേമിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് പ്രോട്ടമിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. ദെൻ അനദർ വെരി ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഈ സുഗമാഡെക്സ് ആണ്. സുഗമാഡെക്സ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കെലിറ്റൽ മസിൽ റിലാക്സൻസ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ DTC ലൈക്ക് ഡ്രഗ്സ്. റോക്കുറോണിയത്തിന്റെ പോയിസണിങ്ങിന് ഉപയോഗിക്കാം. ദെൻ മിവാക്യൂറിയത്തിന്റെയും റോക്കുറോണിയത്തിന്റെയൊക്കെ പോയിസണിങ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രഗ്. പോയിസണിങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഡ്രഗ് കൂടുതലായിട്ട് കൊടുത്തു പോകും. ഇപ്പം നമ്മൾ സ്കെൽറ്റൽ മസിൽ റിലാക്സൻസ് സർജറിക്കൊക്കെ മുമ്പ് കൊടുക്കുമ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് സുഗമാഡെക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണ്, ശരീരത്തിന് പുറത്ത്. ദാറ്റ് മീൻസ് വെൻ വി ഗിവ് 2 drugs ടുഗദർ, 2 മരുന്ന് ഒരുമിച്ച് കൊടുക്കേണ്ടതാണെന്ന് വിചാരിക്കുക. രണ്ടും കൂടി ഒരുമിച്ച് സിറിഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ ആന്റഗോണിസം നടക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് നടക്കാം. എക്സാമ്പിൾ തയോപെൻഡോൺ സോഡിയം. തയോപെൻഡോൺ ഇസ് എൻ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിച്ചറേറ്റ് ആണ്. പ്ലസ് നമ്മളിപ്പോൾ അതിന്റെ കൂടെ കൊടുക്കാവുന്ന ഒരു ഡ്രഗ് സക്സിനൈൽ കൊളീൻ ആണ്, മസിൽ റിലാക്സന്റ് ആണ്, ഡീപോളറൈസിംഗ് ബ്ലോക്കർ ആണ്. സോ ഇത് രണ്ടും കൂടി ഒരു സിറിഞ്ചിൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ പണി പാളും. ബിക്കോസ് ബോത്ത് വിൽ ഇന്ററാക്ട് together and it will destroy the effect. Okay, അത് കെമിക്കൽ ആന്റഗോണിസം ആണ്. ഇനി ഹെപ്പാരിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഹെപ്പാരിൻ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള സാധനമാണ്. സാധനം നമ്മൾ പെനിസിലിൻ ജിയുടെ ഒപ്പം കൊടുത്താലോ, അല്ലെങ്കിൽ ടെട്രാസൈക്കിളിനൊപ്പം കൊടുത്താലോ, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസിന്റെ ഒപ്പം കൊടുത്താലോ, അല്ലെങ്കിൽ ഹൈഡ്രോകോർട്ടിസോൺ, ഇവയൊക്കെ ഇപ്പോൾ ഒരേ സിറിഞ്ചിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ആന്റഗോണിസം. കുറച്ച് എക്സാമ്പിൾ എങ്കിലും ഓർത്തിരിക്കുക. നൗ ദ തേർഡ് വൺ, മൂന്നാമത്തത് ഈസ് ഫിസിയോളജിക്കൽ ആന്റഗോണിസം ആണ്. ഫിസിയോളജിക്കൽ ആന്റഗോണിസം. ഇവിടെ ആന്റഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുന്നത് അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുന്ന ടാർഗറ്റിലെ അല്ല. They bind to a different target and produce opposite effect. ഉദാഹരണം അഗോണിസ്റ്റ് ഇതാണെന്ന് വിചാരിക്കുക. സോ അഗോണിസ്റ്റ് ടാർഗറ്റ് ഇതാണ് അതിന്റെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ആൻഡ് പ്രൊഡ്യൂസ് ആക്ഷൻസ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അന്റഗോണിസ്റ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഹിയർ. ഇവിടെ അല്ല ബൈൻഡ് ചെയ്യുക. അന്റഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുന്നത് മറ്റൊരു ടാർഗറ്റിലാണ്. ആൻഡ് ദേ പ്രൊഡ്യൂസ് ഓപ്പോസിറ്റ് ആക്ഷൻ ഓർ ദേ കൗണ്ടർ ദ എഫക്ട്സ് ഓഫ് ദിസ് ആക്ഷൻ. ഈ ആക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ഫിസിയോളജിക്കൽ സിസ്റ്റംസ് ഇൻ അവർ ബോഡി. അതാണ് ദാറ്റ്സ് വൈ ദേ കോൾഡ് ആസ് ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ്. ക്ലാസിക് എക്സാമ്പിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റമിൻ ഇൻഡ്യൂസ്ഡ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. ഹിസ്റ്റമിൻ മൂലമുള്ള ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ നമ്മളതിനെ ആസ്തമ എന്ന് പറയും. സോ ആസ്മയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ? ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്രിനാലിൻ ആണ്. വി ഗീവ് അഡ്രിനാലിൻ. ഹിസ്റ്റമിൻ ആക്ട് ചെയ്യുന്നത് H1 റിസെപ്റ്റർ വഴിയാണ്. H1 റിസെപ്റ്റർ വഴി ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്നു, ആസ്മ ഉണ്ടാക്കുന്നു. അഡ്രിനാലിൻ ആക്ട് ചെയ്യുന്നത് ബീറ്റ2 റിസെപ്റ്റർ വഴിയാണ്. അത് ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കുന്നു, ആശ്വാസം കിട്ടും. സോ ദീസ് ഡ്രഗ്സ് ആക്ട് ഓൺ ഡിഫറെന്റ് ടാർഗറ്റ്സ് ബട്ട് ദേ antagonize the effect. So that's why these called as
ഫിസിയോളജിക്കൽ അന്റഗോണിസം. ഇനി ആസ്മയിൽ തന്നെ വേറൊരു എക്സാമ്പിൾ ഏതാണ്? നമുക്ക് ലൂക്കോട്രൈൻസ്. ലൂക്കോട്രൈൻസിനെ നമ്മൾ ഓപ്പോസ് ചെയ്യുന്നു അല്ലെ. ലൂക്കോട്രൈൻസ് കോസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. സാൽബ്യൂട്ടമോൾ ഒരു അഡ്രിനാലിൻ പോലെയുള്ള മരുന്നാണ്. സോ ദാറ്റ് ഓൾസോ ഇസ് അനദർ എക്സാമ്പിൾ. ഇനി നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഡിഫറെന്റ് ഹോർമോൺസ് ദേ ക്യാൻ ആക്ട് ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസുലിൻ എന്താ ചെയ്യുക? ഇൻസുലിൻ പ്രൊഡ്യൂസസ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ. ബ്ലഡ് ഷുഗർ ലെവൽ താഴത്തേക്ക് കൊണ്ടുവരും. വാട്ട് ഡ്രഗ് ക്യാൻ ഓപ്പോസിറ്റ് ഓർ വാട്ട് ഹോർമോൺ ക്യാൻ ഓപ്പോസിറ്റ്? ഇറ്റ് ഈസ് ഗ്ലൂക്കഗോൺ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കും, ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും, ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യും. സോ ദീസ് ആർ ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ്. ഗ്ലൂക്കഗോണിനെ പോലെ മറ്റു ഡ്രഗുകൾ ഉണ്ടോന്ന് വെച്ചാൽ യെസ്, ഗ്രോത്ത് ഹോർമോണിന് ചെയ്യാം. ദെൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കോർട്ടിസോൾ ക്യാൻ ഡു. ദെൻ പ്രൊലാക്റ്റിന് ചെയ്യാം. സോ ദീസ് ഓൾ ക്യാൻ ആന്റഗോണൈസ് ദ എഫക്ട് ഓഫ് ഇൻസുലിൻ. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ വിച്ച് ഈസ് ദ ആന്റഗോണിസ്റ്റ് ഓഫ് ഇൻസുലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കഗോൺ ഉണ്ടെങ്കിൽ ദിസ് ദ നമ്പർ 1 ആൻസർ. അനദർ എക്സാമ്പിൾ ഈസ് പാരാതൈറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മൾ പാരാത്തോർമോൺ എന്ന് വിളിക്കും ചുരുക്കി, പാരാത്തോർമോൺ. അതിന്റെ ആന്റഗോണിസ്റ്റ് ഏതാ? കാൽസിറ്റോണിൻ ആണ്. ഇത് കാൽഷ്യം ലെവൽ ബ്ലഡിൽ കൂട്ടിക്കൊണ്ടേയിരിക്കും, ഇത് കാൽഷ്യം ലെവൽ ബ്ലഡിൽ കുറയ്ക്കും. ഓക്കെ, സോ ബോത്ത് പ്രൊഡ്യൂസിങ് ഓപ്പോസിറ്റ് എഫക്ട്. ഇതിനേക്കാളൊക്കെ ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ അധികം പഠിക്കുന്ന ഏതായിരിക്കും? പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പതറ്റിക്കിൽ ആസറ്റൈൽകോളിൻ ആണ്, സിമ്പതറ്റിക്കിൽ അഡ്രിനാലിനാണ്. സോ രണ്ട് സിസ്റ്റം തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഉദാഹരണം ഇത് മിയോസിസ് ഉണ്ടാക്കും, കണ്ണിൽ മിയോസിസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മിഡ്രിയാസിസ് ആയിരിക്കും ഉണ്ടാക്കുക. ബോത്ത് ആക്ട് ഓൺ ഡിഫറെന്റ് ടാർഗറ്റ്സ്. ഇത് GITയിൽ ഇൻക്രീസ്ഡ് പെരിസ്റ്റാലിസിസ് അങ്ങനെ കൂടുകയാണെങ്കിൽ ഡയറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഡിക്രീസ്ഡ് പെരിസ്റ്റാലിസിസ് ആയിരിക്കും ഉണ്ടാക്കുക, ഓർ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം, അത് ഇവിടെയാണ്. ദിസ് ഹാപ്പൻസ് ഇൻ ദ നെഫ്രോൺ. ഹൈഡ്രോക്ലോറോതയാസൈഡ്സ് ഡയൂറിറ്റിക് ആണ്. അത് എന്ത് ചെയ്യും? പൊട്ടാസ്യത്തെ എക്സ്ക്രീഷൻ വർദ്ധിപ്പിക്കും. Okay, it increases the excretion of potassium. But another drug, that is amiloride potassium പിടിച്ചു. So it will retain potassium. So potassium sparing diuretic ആണ് amiloride. പക്ഷേ ഹൈഡ്രോക്ലോറോതയാസൈഡ് പൊട്ടാസ്യത്തെ പുറത്തേക്ക് കളയും. So this is another antagonist. So ഇവിടെ രണ്ട് മരുന്നുകൾ, both they are acting on two different physiological systems and produce exactly opposite action. ഇനി last type of antagonism is receptor antagonism. So we will write the last type as receptor antagonism. So ഇവിടെ പ്രത്യേകത എന്താണ്? Both these drugs, agonist and antagonist, act on the same receptor. Okay, so these are called as blockers. The antagonists are called as blockers എന്നും വിളിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. So ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ these are specific because they are acting on the same receptor. ഒരു റിസപ്റ്റർ ഉണ്ടാക്കുന്ന ആക്ഷൻസ് മാത്രമായിരിക്കും ബ്ലോക്ക് ചെയ്യുക. പക്ഷേ this will be profound or widespread കൂടിയായിരിക്കും. വൈഡ് ആവാൻ കാരണം ഈ റിസപ്റ്റേഴ്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആന്റഗോണിസ്റ്റും അഗോണിസ്റ്റ് ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലെ ആക്ഷനും ഇത് ആന്റഗോണൈസ് ചെയ്യാം. സോ സ്പെസിഫിക് ആൻഡ് വൈഡ് സ്പ്രെഡ് നോക്കുക. ദീസ് ആർ ഓഫ് 2 types. രണ്ട് തരം റിസപ്റ്റർ ആന്റഗോണിസം ഉണ്ട്. വൺ ഈസ് കോമ്പറ്റീറ്റീവ് ടൈപ്പ്. കോമ്പറ്റീറ്റീവ് ആന്റഗോണിസം ഉണ്ട്. സെക്കൻഡ് ഈസ് നോൺ കോമ്പറ്റീറ്റീവ്. രണ്ടാമത്തെ നോൺ കോമ്പറ്റീറ്റീവ് ആന്റഗോണിസം ആണ്. സോ രണ്ടിനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് 1, 2, 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ബിക്കോസ് ദിസ് പരീക്ഷയിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. Compare competitive and non-competitive antagonism. Point number 1. First point is എവിടെയാണ് ഈ അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും ബൈൻഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, in competitive antagonism the antagonist bind to the same site of the receptor of the agonist. So agonist and antagonist both bind to the same site. Bind to same site. രണ്ടും ഒരേ സൈറ്റിൽ തന്നെയാണ് ബൈൻഡ് ചെയ്യുന്നത്. ഉദാഹരണം ഇതാണ് ഒരു റിസപ്റ്റർ എങ്കിൽ അഗോണിസ്റ്റും ഇവിടെയാണ് പിടിക്കുന്നത്, ആന്റഗോണിസ്റ്റും ഇവിടെയാണ് പിടിക്കുക. ബട്ട് വാട്ട് അബൌട്ട് ദിസ് non-competitive? In non-competitive സെയിം റിസപ്റ്ററിൽ തന്നെയാണ് പിടിക്കുന്നത്, ബട്ട് നോട്ട് ടു ദ സെയിം സൈറ്റ്. അഗോണിസ്റ്റ് ഇവിടെ ആയിരിക്കും പിടിക്കുക, ബട്ട് ആന്റഗോണിസ്റ്റ് മേ ബി ബൈൻഡിങ് സംവെയർ ഹിയർ. ഇറ്റ്സ് ഓൺ അതർ സൈഡ്. ബൈൻഡ് ടു അനദർ സൈറ്റ്. സോ ബൈൻഡ് ടു അനദർ സൈറ്റ്. ഈ അനദർ സൈറ്റിനെ
നമുക്ക് അല്ലോസ്റ്റെറിക് സൈറ്റ് എന്ന് വിളിക്കാം. അല്ലോസ്റ്റെറിക് ബൈൻഡിങ് സൈറ്റ്. സോ സെയിം സൈറ്റിനെ നമുക്ക് ഓർത്തോസ്റ്റെറിക് എന്നും വിളിക്കാം. സോ ബൈൻഡിങ് ഓഫ് agonist and antagonist is orthosteric or to the same site in competitive, while in non-competitive binding is to allosteric. The antagonist will bind to allosteric binding site or to different site. So ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഒരേ ബൈൻഡിങ് സൈറ്റിൽ രണ്ട് കെമിക്കൽസ് വന്നിരിക്കണമെങ്കിൽ ഒരു സാമ്യം തമ്മിൽ ഉണ്ടായിരിക്കണം. അവ തമ്മിൽ കെമിക്കലി ദേ ഷുഡ് ബി സിമിലർ. സോ ഇൻ കോമ്പറ്റിറ്റീവ് ബോത്ത് അഗോണിസ്റ്റ് ആൻഡ് antagonist have similar chemical structure. Similarity ഉണ്ടായിരിക്കണം. Similar chemical nature or chemical structure. So they will be structurally similar drug ആയിരിക്കണം. In non-competitive ഇതിന്റെ ആവശ്യമില്ല, because they are binding to different sites, so they need not resemble each other. Chemically they are different, so different chemical propertiesum chemical structureum എല്ലാം different ആകാം. Non-competitive they are of different chemical structures, while in competitive they have some identical chemical structural properties. ഇനിയുള്ള കുറച്ച് പോയിന്റ് നമുക്ക് പറയാനുള്ളത്, we are comparing the DRC produced by competitive antagonist and non-competitive antagonist. DRC means dose effect relationship ആണ്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ എടുത്തത്. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം ഒന്ന് DRC ഒന്ന് വരയ്ക്കാം. കോമ്പറ്റീറ്റീവിന്റെ ഇത് നോർമൽ അഗോണിസ്റ്റിന്റെ ആണ്. ആൻഡ് ദിസ് ഇസ് antagonist plus agonist in the presence of an antagonist. നോൺ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ അതിങ്ങനെ വരയ്ക്കാം. അതിങ്ങനെ ആദ്യത്തെ ആൻഡ് ഇതിങ്ങനെ. ഓക്കെ, this is antagonist plus agonist. This is agonist alone. And ഇത് Emax ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ പറഞ്ഞാണ് Emax ആണ്, മാക്സിമം എഫിഷ്യൻസി ആണ്. ആൻഡ് ദിസ് ഇസ് EC50 ആണ് എന്നും അറിയാം എന്ന് ഞാൻ കരുതുന്നു. സോ ഇനി ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഇൻ ദ പ്രസൻസ് ഓഫ് കോമ്പറ്റീറ്റീവ് antagonist DRC ഈസ് ഷിഫ്റ്റഡ് റൈറ്റ്വേർഡ്സ് പാരലലി. സോ DRC ഷിഫ്റ്റഡ് റൈറ്റ്വേർഡ്സ്, വലത്തേക്ക് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. പക്ഷെ നോക്കുക, ദ മാക്സിമം Emax ഈസ് സെയിം. ഇവിടെയും Emaxum in the presence of antagonist, Emax is 1 and same. Okay, so we get full efficiency even though we have some antagonist the presence ilum Emax kittum. So second, Emax is retained. adana competitive. In non-competitive law, what we can see this, Emax come down. Emax koravana, ആദ്യത്തെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഇവിടെ Emax താഴത്തേക്ക് വന്നിരിക്കുന്നു. Emax is suppressed. താഴത്തേക്ക് വരുന്നതിന് നമുക്ക് suppressed എന്ന് എഴുതാം. And this also produces flattening of DRC. രണ്ടാമത്തെ പോയിന്റ്, ഫ്ലാറ്റനിങ് ഓഫ് DRC. ഇവിടെ ഇങ്ങനെ പൊങ്ങിയായിരുന്നു പോകുന്നു, പക്ഷെ ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ഹൈറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദിസ് നോൺ കോമ്പറ്റീറ്റീവ് ആന്റഗോണിസ്റ്റ്. ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എഫിക്കസി കുറഞ്ഞു. ഇതിനെ നമ്മൾ ഹൈറ്റ് ഇങ്ങനെ കുറയ്ക്കുക, എഫിക്കസി കുറഞ്ഞതിനെ നമ്മൾ വിളിക്കുക അൺസർമൗണ്ടബിൾ antagonism എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഹിയർ ഇൻ നോൺ കോമ്പറ്റീറ്റീവ് ദ effect produced is unsurmountable, while here it is called as surmountable and unsurmountable. Surmountable എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ, because if we increase the dose, നമ്മൾ അഗോണിസ്റ്റിന്റെ ഡോസ് ഒന്ന് വർദ്ധിപ്പിച്ചാൽ, if increase the dose of agonist can reverse അല്ല, കൂടുതൽ എഫക്റ്റ് കിട്ടാം. ആന്റഗോണിസ്റ്റിന്റെ എഫക്റ്റ് കുറച്ചിട്ട് അഗോണിസ്റ്റിന്റെ എഫക്റ്റ് കൂടുതൽ കിട്ടാം. അതുകൊണ്ടാണ് ഫുൾ മാക്സിമം റെസ്പോൺസ് നമ്മൾ കിട്ടും. നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ increasing the dose of the agonist or concentration dependent ആണെന്ന് പറയാം. So here blockage is concentration dependent on the concentration of agonist and antagonist. അഗോണിസ്റ്റിന്റെയും ആന്റഗോണിസ്റ്റിന്റെയും കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഇങ്ങനെ കിട്ടുക. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി we will get Emax, നമുക്ക് പരമാവധി കിട്ടും because by increasing the dose. പക്ഷെ ഇവിടെ നമുക്ക് അത് കിട്ടില്ല. By increasing the dose still we will not obtain the full response
റെസ്പോൺസ് ഓർ മാക്സിമം എഫിക്കസി നമുക്ക് കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിയർ ദ ഇൻ നോൺ കോമ്പറ്റീറ്റീവ് റിസപ്റ്ററിൽ ഇവിടെയാണ് അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുക, antagonist is binding to a different side. ഇത് ഓർത്തു വെക്കുക. So about Emax, then unsurmountable, dose shifting towards right. ഇവിടെയാണെങ്കിൽ flattening of DRC and also reduction in the Emax. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ്, ഇവിടെ in competitive antagonist ചില റിസപ്റ്ററിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. certain percentage of receptors are inactivated. ഇവിടെയും സെയിം തന്നെയാണ്, ആ പോയിന്റിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ദ ഇന്റൻസിറ്റി ഓഫ് ദ റെസ്പോൺസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇന്റൻസിറ്റി ഓഫ് ദ റെസ്പോൺസ് ഡിപ്പെൻഡ് അപ്പോൺ ബോത്ത് കോൺസെൻട്രേഷൻ ഓഫ് അഗോണിസ്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് antagonist. So രണ്ടിന്റെയും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ് in competitive, while here the concentration of antagonistന്റെ മാത്രം കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ്. even if we increase the dose of agonistന്റെ ഡോസ് കൂട്ടിയാലും എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോമ്പറ്റീറ്റീവിന് ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അസറ്റൈൽ കൊളീൻ ആൻഡ് അട്രോപ്പിൻ, രണ്ടും കോളിനർജിക് റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള മസ്കാർനിക് റിസപ്റ്റേഴ്സിൽ they produces this competitive antagonism. Then morphine, another drug, morphine, and naloxone is antagonist on mu receptors of opioid mu receptors. Non-competitive example പറയുകയാണെങ്കിൽ diazepam and bicullin on which receptor? GABA A receptors. So this is an example of competitive and non-competitive. So ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കോമ്പറ്റീറ്റീവ് antagonism എല്ലാം they are of equilibrium type ആണ്. ഇത് ഞാൻ ഓൾറെഡി antagonist പറഞ്ഞതുകൊണ്ടാണ് ഇത് equilibrium type ആണെന്ന് ഞാൻ പറയുന്നത്. because when we just say competitive antagonism, we mean that passively it is equilibrium type എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി equilibrium type അല്ലാതെ വേറൊരു ടൈപ്പ് കൂടി ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് കൂടിയുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഹിയർ സെയിം റിസപ്റ്ററിൽ അഗോണിസ്റ്റും വന്ന് പിടിക്കുന്നുണ്ട്, അന്റഗോണിസ്റ്റും വന്ന് പിടിക്കാം. ദർ ഈസ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ. പക്ഷേ വൺസ് ആഫ്റ്റർ ബൈൻഡിങ് ഓഫ് ദിസ് അന്റഗോണിസ്റ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ തമ്മിലുണ്ടാകുന്ന ഈ ഇന്ററാക്ഷൻ, ദാറ്റ് ഈസ് കോവാലന്റ് ഇന്ററാക്ഷൻ ആണ്. കോവാലന്റ് ഓർ നമുക്കതിനെ ഇറിവേഴ്സിബിൾ ഇന്ററാക്ഷൻ എന്ന് വിളിക്കും. സോ ഹിയർ ദ antagonist bind to the receptor irreversibly. So this is the most important point in non-equilibrium. Irreversible binding ആണ് ഉണ്ടാവുക. Irreversible binding of the antagonist to the receptor. ഇനി ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൽ റിസപ്റ്ററും അന്റഗോണിസ്റ്റും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെർമനന്റ് ആയിരിക്കും മിക്കവാറും. സോ പുതിയ റിസപ്റ്റർ ഉണ്ടായി വരണം, അതിനുള്ള കുറച്ച് താമസം എടുക്കും. സോ സാധാരണ രീതിയിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കോളീൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഇത് അസറ്റൈൽ കോളീൻ നശിപ്പിക്കുന്ന എൻസൈമാണ്. അവിടെ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിമൂവ് ചെയ്യാം. ബട്ട് യൂഷ്വലി ഈ സമയം കഴിയുമ്പോഴത്തേക്കും സാധാരണ ഇറ്റ് ഫോംസ് ഏജിങ് എന്നൊരു പ്രോസസ് നടക്കും. ഏജിങ് നടന്നു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബൈൻഡ് ഇറിവേഴ്സിബിൾ. ദെൻ ഇനി ലൈഫ് ടൈം ആണ്. കോളിനെസ്ട്രേസിന്റെ മരണം വരെയാണ് ഈ ബൈൻഡിങ്. കോളിനെസ്ട്രേസ് പുതിയത് ഉണ്ടാക്കിയെടുത്തിട്ട് വരും. സോ ഇൻ നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് ദ ബൈൻഡിങ് ബിറ്റ്വീൻ ദ antagonist ആൻഡ് ദ റിസപ്റ്റർ ആൻഡ് antagonist ഈസ് കോവാലന്റ് ഓർ ഇറിവേഴ്സിബിൾ ആണ്. സോ നമ്മൾ ഇതെത്ര കൂടുതൽ കൊടുത്തിട്ടും കാര്യമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നോൺ കോമ്പറ്റീറ്റീവ് ടൈപ്പ് തന്നെ ആയിത്തീരും ആക്ഷൻസ്. സോ ഇതാണ് നോൺ ഇക്വിലിബ്രിയം ടൈപ്പ്. കോമ്പറ്റീറ്റീവ് തന്നെ ഇക്വിലിബ്രിയം ടൈപ്പ് ഉണ്ട്, നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് ഉണ്ട്. മേജർ ടൈപ്പ് ഈസ് ഇക്വിലിബ്രിയം ടൈപ്പ്. നമ്മൾ കമ്പയർ ചെയ്തത് ഇക്വിലിബ്രിയം ടൈപ്പും നോൺ കോമ്പറ്റീറ്റീവ് ടൈപ്പാണ് പ്രധാനമായിട്ടും നമ്മൾ കമ്പയർ ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് antagonism. So we saw what are the different types of antagonism. So many examples, പലതിനും എക്സാമ്പിൾസും കണ്ടെത്തി, and we compared competitive and non-competitive antagonism. Okay, so that's all in antagonism video. So നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.